ഞങ്ങള് സെയിൽസ് സ്റ്റാഫാണ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നവരാണ്, വണ്ടികളിൽ കടകളിൽ സപ്ലൈ ചെയ്യുന്നവരാണ്. ഇതെവിടെ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചോളൂ. നിങ്ങൾ ഈ ക്യാമറയും കൊണ്ട് വരുമ്പോൾ അവർക്കൊക്കെ കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതാ. അപ്പൊ ഇതിങ്ങനെ പോകുമ്പോ ലൈവ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്കൊക്കെ പ്രോബ്ലംസ് ഇല്ലേ? ഇവിടെയൊക്കെ തൊഴിലിനെ ബാധിക്കില്ലേ? കമ്പനി ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരുപാട് പേര് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അവരൊക്കെ പലയിടത്തും നടത്തുന്നുണ്ടാവും. ഇതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ലത്. അവിടെ അവരുടേതായ കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ടാവും. അതിന് ഹിന്ദുസ്ഥാൻ പോലീസുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. അല്ലല്ല, ഒരിക്കലുമല്ല. ഒരിക്കലുമില്ല. ഓരോ ഓഫീസിലും ഹിന്ദുസ്ഥാൻ പോലീസിന്റെ ബോർഡൊന്നും ഉണ്ടാകില്ല. ഒരു ബന്ധമില്ല. അവരിവിടുന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അവരെ കുട്ടികളെ വെച്ചിട്ട് അവർ ചെയ്യിപ്പിക്കുന്നുണ്ടാവും. അത് നാളെ ഇവിടെ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്കും കിട്ടും പ്രോഡക്റ്റ്. അതന്നെ, നിങ്ങൾ ക്യാഷ് അടച്ചാൽ നിങ്ങൾക്കും കിട്ടും സാധനം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വിൽക്കാതെ. ഞങ്ങൾ ഇത്രയും സ്റ്റാഫുകൾ ഒരു ബന്ധമില്ല. ഏതാ ഇവിടെ പ്ലാസ്റ്റിക് പ്രോഡക്ട്സിന്റെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതൊക്കെ പബ്ലിക്കിലുള്ളതാണല്ലോ, ഫീൽഡിലുള്ളതാണല്ലോ. ഇവിടെ ഞങ്ങൾ ഇത്ര ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ശമ്പളം കിട്ടാത്തോ അല്ലെങ്കിൽ പ്രശ്നമുണ്ടോ ചോദിക്കൂ. ഇത്രയും പേര് ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ ഇത് ചീറ്റിംഗ് ആണത് നിങ്ങൾ ചെയ്യുന്നത്. അതെ, അതിന് ഇത്ര ആൾക്കാർ ഞങ്ങൾ ഇങ്ങനെ വരുന്നത് ശരിയാണോ? ഇത്ര ആൾക്കാർ ഇവിടെ ഇരിക്കുന്നില്ല. നിങ്ങൾ ക്യാമറ കൊണ്ടുവരുന്നു, എല്ലാവരുടെയും ഫോട്ടോ ലൈവിൽ വിടുന്നു. ഇതൊക്കെ തെറ്റിദ്ധാരിക്കപ്പെടുന്നു. റിയാലിറ്റി കേട്ടോ. ഹിന്ദുസ്ഥാൻ പൗളിംഗ്സ് എന്ന കമ്പനി ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരുപാട് പേരുകൾ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് പല സ്ഥലത്തും വിൽക്കുന്നുണ്ട്. അത് അവർ പല രീതിയിൽ ചെയ്യുന്നുണ്ടാവും. അതിന് ഹിന്ദുസ്ഥാൻ പൗളിംഗ്സായിട്ട് ബന്ധമില്ല.